എടോ താൻ സമാധാനമായിട്ടിരിക്കടോ. പാലത്തിന്റെ കോൺട്രാക്ട് തനിക്ക് തന്നെ. ആ പിന്നെ എന്നാ. ആ പിന്നെ ഒരു കാര്യം, ഞാൻ നാളെ അക്കൗണ്ട് ചെക്ക് ചെയ്യും. അതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും കണ്ടേക്കണം. അതെ അതെ അതെ. ആ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയാമോ? അതിൻ്റെ പണിക്കാരോട് പാലം പണി നടക്കുന്ന സമയത്ത് ഒരു ഇത്തിരി കമ്പിയോ സിമന്റോ ഒക്കെ അതിനകത്ത് ചേർത്തേക്കാൻ വേണ്ടി പറയണം. ഇല്ലെങ്കിൽ നാട്ടുകാരെന്നെ ചീത്ത വിളിക്കും. വെറുതെ ഞാൻ അഴിമതിക്കാരനാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ്. ശരി ശരി, ഓക്കെ സാറേ. ഈ നേരിട്ടുള്ള ഇടപാട് ഒന്ന് സൂക്ഷിക്കണം. പാർട്ടിക്കകത്ത് ഭയങ്കര ശത്രുക്കളാ. ഒന്നുമില്ലടോ, കല്ലേറ് കത്തിക്കൂത്ത് ഈ മാതിരി സമരമുറകളിലൂടെയൊക്കെ കുഴപ്പമില്ല വളർന്നു വന്ന നേതാവാണ് ഞാൻ, അല്ലേ? അത് എല്ലാ ആളുകൾക്കും അറിയുകയും ചെയ്യാം. ഇനി ഇതായി ഇലക്ഷൻ വരാൻ പോകുന്നു. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? താൻ പറ. അതിപ്പോ ഞാനല്ല, താൻ പറ ആരായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറയാം, ഞാനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. താൻ മുഖ്യമന്ത്രിക്ക് ഒന്ന് ജയ് വിളി കേൾക്കാൻ നല്ല സുഖമായി. മുഖ്യമന്ത്രി സത്യശീലൻ കീ ജയ്. ഒന്നൂടെ. മുഖ്യമന്ത്രി സത്യശീലൻ കീ ജയ്. മുഖ്യമന്ത്രി സത്യശീലൻ കീ ജയ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് തമിഴ്നാട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള. ഹലോ ഹലോ, ഒരു മനുഷ്യല്ലേ? ഇയാൾക്കിത് എവിടെ പോയി കിടക്കുകയാണ്? ഇവിടെ ഒരു കൃത്യതയില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണിത്. ഒരു വീഡിയോ ഉണ്ടാവുക. വീഡിയോ ഇവിടെ വലിക്കാൻ പാടില്ലടാപ്പ. അപ്പോൾ വരെയായിരിക്കും അത്. അയ്യോ സത്യ സാറ്, ഇയാള് ചത്ത. അവിടെ ഇരിക്കടാപ്പ. എന്ത് സാറ്? ചത്തു കഴിഞ്ഞാൽ എല്ലാവരും കണക്കാണ്. എല്ലാം ഇവിടെ വരും ശവമായിട്ട്. മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ. ഒന്നും മിണ്ടായിരിക്കട ശവങ്ങളെ. ചത്താലും തലക്കോല് വരൂല്ല വൃത്തികെട്ടവന്മാര്. നമസ്കാരം. നിങ്ങൾ പ്യാരിജാതനല്ലേ? ആ പാർട്ടിക്കാരുടെ തല്ലുണ്ട് ചത്തതെന്ന് പറയുന്ന പ്യാരിജാതൻ? ചത്തു എന്ന് പറയണല്ല സാറേ, അവന്മാരെന്നെ തല്ലിക്കൊന്നു. എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. നമ്മുടെ പാർട്ടിയുടെ പോസ്റ്റർ ആരാണ്ടും കീറി. അതൊന്ന് ചോദിക്കാൻ പറഞ്ഞു വിട്ടാണ് എന്നെ നേതാവ്. ഞാൻ അവിടെ ചെന്നിട്ട് ആരാടാ പോസ്റ്റർ കീറിയെന്നൊക്കെ പറഞ്ഞ് 2-3 ബഹളമൊക്കെ ഉണ്ടാക്കി. കുറേ ആളുങ്ങാട് ഓടിക്കൂടിയിട്ട് എനിക്കൊരൊറ്റ കുത്ത് കൂമ്പിനിട്ട് അയ്യോ ഒന്ന് കേട്ട്. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഇവിടെയാണ്. കേസ് ഇപ്പോൾ CBIക്ക് വിട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞു സാറേ. പക്ഷേ ഇവിടുന്ന് വിടൂല്ലല്ലോ എന്നെ. ചത്തുപോയില്ലേ. ഞാൻ സുമേഷ് കുമാർ കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു.
അപ്പോൾ ഒരു ഉണക്കത്തേങ്ങ വന്ന് എൻ്റെ നെറുകന്തലയിൽ വീണ് അതോടുകൂടി പോ. ഫേസ്ബുക്കിലൊക്കെ ചാറ്റ് ചെയ്ത് ആരാനോടും വരാൻ പറഞ്ഞു കാമുകീനോടെ. അവര് വന്നില്ല, വന്നത് ഉണക്കത്തേങ്ങയാണ്. തീർന്നു. എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. സാർ ഉദ്ദേശിച്ച യുവകവി ഉണ്ണി ചെറുത്തൂരാൻ. ആ അത് തന്നെ. നമ്മുടെ പല പാർട്ടി സമ്മേളനങ്ങൾക്കും കവിതകൾ പാടിയിട്ടുണ്ട്. സാറിന് സാറിന്റെ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പോഴത്തി പാടിയിട്ടുണ്ട്. അവസാനം അക്കാഡമി ചെയർമാൻ സ്ഥാനം വരെ എനിക്ക് തരാവുന്നതാണ്. പക്ഷെ ചതിച്ചു സാറേ കഞ്ചാവ്. നല്ല മരുന്നാണ് സാറേ. സാറേ കഞ്ചാവ് അടിക്കുമ്പോൾ ഒന്ന് ദുബായ് പോകണം തോന്നി. കടലിലേക്ക് എടുത്തിയാടി നീന്തി എത്തിയില്ല. ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. സത്യത്തില് നമ്മളിത് എവിടെയാണ്? മറിമായം